സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിൽ കേട്ടോ. അതിൽ പുതിയ ബുക്കാണ്. അതിൽ സെക്കൻഡ് ചാപ്റ്ററായ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററാണ് എടുക്കുന്നത് കേട്ടോ. നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സംഖ്യകൾ കൂട്ടുകാർ അല്ലേ. ഫിൽ ദ സെൽ, എന്താണ് ഈ സെല്ലൊക്കെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എ ഗെയിം വിത്ത് ടോക്കൺ, എങ്ങനെയാണ് ഒരു ടോക്കൺ വെച്ചുള്ള കളിയാണ് കേട്ടോ. ഫിൽ ദ സെൽ വിത്ത് ടോക്കൺ നമ്പേർഡ് ഫ്രം 1 to 100. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ദിസ് ഗെയിം. യു ക്യാൻ ഓൾസോ പ്ലേ ഇറ്റ്. യുവർ ടീച്ചർ ഓൾസോ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഇതൊരു കളിയാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോക്കൺ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്താണ് 25 എന്ന് പറയുകയാണെങ്കിൽ എവിടെയാണ് നമ്പർ ഉണ്ടാവുക? 25. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ എന്താ 2 10 അല്ലേ. ഇപ്പോൾ 2 10 പറയുമ്പോൾ ഇവിടെ 20 ഇവിടെ ഇല്ലേ. പിന്നെ ആ 2 10 എന്താണ് 5 ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് 21 22 23 24 25 അല്ലേ. ഇവിടെയാണ് എന്ത് വരിക? 25 എന്ന് വരിക അല്ലേ. ഓക്കെ, ഇവിടെ 25 എന്ന് വരും. ഇനി ഞാൻ പറയാണ് 36 എന്ന് പറയുകയാണ്. അപ്പോൾ 30 പറയുമ്പോൾ എന്താ 310 ആണ് അല്ലേ. 310 എന്ന് പറയുമ്പോൾ 1 2 3 അവിടെ 30 വരും അല്ലേ. പിന്നെ 36 അല്ലേ, അതിൻ്റെ കൂടുതൽ 6 ആഡ് ചെയ്യുക. 31 32 33 34 35 36 അല്ലേ. ഇവിടെ എന്താക്കുക 36 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ 36 എന്ന് എഴുതുക. ദെൻ ഇങ്ങനെ കളി കളിച്ചിട്ട് എന്താക്കുക, നിങ്ങളിത് ഫില്ല് ചെയ്യുക അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് അതിൽ വരുന്നത് നോക്കിയേ. എന്താണ് എവിടെയാണ് എന്താ വേർ വിൽ യു പുട്ട് ടോക്കൺ 65? 65 എവിടെ വെക്കും? എങ്ങനെയാണ് അത്? ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? എങ്ങനെ കണ്ടുപിടിച്ചത്? പുട്ട് ദ ടോക്കൺ ഫ്രം 1 to 100 ഇൻ ദ കറക്റ്റ് പ്ലേസസ്. 1 to 100 ഈ ടോക്കണ് ഏതെങ്കിലും ഒരു ടോക്കണിൽ എന്താണ് 1 മുതൽ 100 വരെ ഇതിൻ്റെ ഇടയിലുള്ള ടോക്കൺ വെച്ച് കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ ദ യെല്ലോ സെൽ? അപ്പോൾ 65 എവിടെ വെക്കുക? 55 എന്ന് പറയുമ്പോൾ അത് അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ 60 വരുമ്പോൾ ഇവിടെയാണ് വരിക. അപ്പോൾ 61. അപ്പോൾ 60ൻ്റെ 6 10 പിന്നെ 6 10 പിന്നെ അതിൻ്റെ കൂടുതൽ ഒരു 5 കൂടി കൂട്ടുക അല്ലേ. അപ്പോൾ 61 62 63 64 65 ഇവിടെ വരും അല്ലേ. 65 എന്നുള്ളത് ഓക്കെ ഇവിടെ വരും 65. അങ്ങനെ നിങ്ങൾക്ക് എന്താക്കുക ഈ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കുക കേട്ടോ. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? എങ്ങനെ കണ്ടുപിടിച്ചത്? അപ്പോൾ 6 10 പിന്നെ അതിൻ്റെ കൂടുതൽ ഒരു 5 കൂടി കൂട്ടുമ്പോൾ എന്ത് 65 വരുന്നത് അല്ലേ. പിന്നെ പുട്ട് ദ ടോക്കൺ ഫ്രം 1 to 100 ഇൻ കറക്റ്റ് പ്ലേസസ്. ഇതേപോലെ നിങ്ങൾക്ക് എന്താക്കുക ഒരുപാട് ടോക്കൺ ഇങ്ങനെ ഇട്ടിട്ട് എന്താക്കുക എവിടെയൊക്കെ ആ നമ്പർ വെക്കുക എന്നുള്ളത് നോക്കിയിട്ട് എല്ലാം ഇത് മൊത്തം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാട്ട്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ ദ യെല്ലോ സെൽ? ഇനി യെല്ലോ സെൽസിൻ്റെ കണക്ഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് യെല്ലോ സെല്ലിൻ്റെ കണക്ഷൻ? നോക്കുക, ഇവിടെ യെല്ലോ സെൽ എന്ന് പറയുമ്പോൾ ഇത് അല്ലേ. എന്താണ് യെല്ലോ സെല്ല്? 1 അല്ലേ. പിന്നെ ഇവിടെ 12, ഇവിടെ എന്തായിരിക്കും 23. അപ്പോൾ ഈ യെല്ലോ സെല്ലിൻ്റെ കണക്ഷൻ എന്താണ്? യെല്ലോ സെൽ എന്താണ്? ഈ 1നോട് 11 കൂട്ടിയാൽ 12 വരും. 12നോട് 11 കൂട്ടിയാൽ എന്താണ് 23 വരിക. അങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇനി അതുപോലെ നിങ്ങൾക്ക് എന്താക്കുക പിന്നെയും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നല്ലേ. അങ്ങനെ വേറെ ഏതെങ്കിലും പാറ്റേൺ അല്ലേ, കുറേ പാറ്റേൺ ഉണ്ടാക്കുക അല്ലേ. ഓരോന്നിൻ്റെയും ഇവിടെ 11 ആണെങ്കിൽ ഇവിടെ 22 33 44 55 66 77 88 99 അങ്ങനെ വരുന്ന എന്താ പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കുക. ഇനി സ്കൂൾ സ്റ്റോറാണ് കേട്ടോ അടുത്ത് പറയുന്നത്. പ്രൈസ് ലിസ്റ്റ് എന്താണ്? ഇവിടെ കുറച്ച് സാധനങ്ങളുടെ പേരുണ്ട് അല്ലേ. എന്താണ് എന്തൊക്കെ സാധനങ്ങളുടെ ഉള്ള ഈ കടയിലുള്ളത്? ക്രയോൺസ്, പെന്ന്, സ്കെച്ച് പെന്ന് പാക്കറ്റായിട്ട്, പിന്നെ നോട്ട്ബുക്ക്, മാർക്കർ പാക്കറ്റ്, സ്കെയില്, ബ്രൗൺ പേപ്പറിൽ അതിൻ്റെയൊക്കെ റേറ്റും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് മിൻഹ എന്താണ് ബോട്ട് തിങ്സ് വർത്ത് 100 rupees. മിൻഹ എന്താണ് 100 രൂപക്ക് എന്താണ് സാധനം വാങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പം മിൻഹ 100 രൂപക്ക് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മിൻഹ ഇതിൽ ഏതൊക്കെയാണ് സാധനങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മിൻഹ ആരെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അവൻ്റെ അച്ഛൻ്റെ കൊടുത്തിട്ടാവുന്നത് അല്ലേ. എത്ര രൂപയ്ക്ക് അവൾ സാധനം വാങ്ങുന്നത്? 100 rupees അല്ലേ. അങ്ങനെ അപ്പോൾ ഈ 100 rupees നമുക്ക് ഏതൊക്കെ സാധനം അവൾക്ക് വാങ്ങാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100 rupees അവൾക്ക് വാങ്ങാൻ പറ്റിയ ഏതൊക്കെയാണ്? ഇതാ നോക്കൂ, ഒരു നോട്ട്ബുക്ക് വാങ്ങാം, പിന്നെ ഒരു സ്കെച്ച് പെന്ന് അല്ലേ. അപ്പോൾ 60 + 40 എത്രയാണ്? 100 അല്ലേ. പിന്നെ ഏതൊക്കെയാണ് വാങ്ങാം? ഓക്കെ രണ്ടെണ്ണമായിട്ട് ഇതാ ഒരു മാർക്കർ പെന്ന് വാങ്ങാം, പിന്നെ ഒരു സ്കെയിലും അല്ലേ. അപ്പോൾ 75 + 25 100 അല്ലേ. 100 rupees അല്ലേ. പിന്നെ അല്ലെങ്കിൽ ഒരു മാർക്കർ പെന്ന് വാങ്ങുക, ഒരു ബ്രൗൺ പേപ്പറും വാങ്ങുക അല്ലേ. അപ്പോൾ 75 + 25 100 അല്ലേ. പിന്നെ ഏതാ വാങ്ങാൻ പറ്റുക? ഒരു മാർക്കർ പെന്നും വാങ്ങാം, ഒരു ക്രയോൺസും വാങ്ങാം. അതും എന്താണ് എന്താ 75 + 25 100 അല്ലേ. പിന്നെ വേറെ ഏതാ നമുക്ക് വാങ്ങാൻ പറ്റുക? ഇനി 3 എണ്ണാണെങ്കിലോ 3 ടൈപ്പാണ് വരുന്നതെങ്കിൽ ഏതൊക്കെയാണ് വാങ്ങാം? ഇപ്പോൾ 2 എണ്ണമാണല്ലോ നമ്മളിപ്പോൾ വാങ്ങിയത് അല്ലേ. ഇനി നമുക്ക് 3 എണ്ണം വാങ്ങണം വിചാരിച്ചു. അപ്പോൾ 3 എണ്ണം വാങ്ങാൻ അവൾ ഏതൊക്കെ വാങ്ങുക? ഇതാ ഇവിടെ ഏതൊക്കെയാണ്
അപ്പോൾ നോട്ട്ബുക്ക് 60 അല്ലേ. പിന്നെ വേറെ ഏതാ വരുന്നത്? 3 വാങ്ങാൻ പറ്റിയിട്ടുണ്ടോ നോക്കൂ കേട്ടോ. ദെൻ മിൻഹ ബോട്ട് തിങ്സ് വർത്ത് 100 rupees. വാട്ട് കുഡ് ഷീ ഹാവ് ബോട്ട് അല്ലേ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഫ്രണ്ട് ഏതൊക്കെ വാങ്ങിയെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് ടൈപ്പ് കൂടെ പറഞ്ഞില്ലേ. ക്രയോൺസ് 25, പിന്നെ എന്താണ് മാർക്കർ പെന്ന് 75. അതാണ് നമ്മൾ വാങ്ങിയെങ്കിൽ അവിടെ എഴുതുക. എന്നിട്ട് 100 എഴുതുക. 75 + 25 = 100 എഴുതുക. ഞാൻ എൻ്റെ ഫ്രണ്ട് വാങ്ങിയത് ഈ സ്കെയിലും പിന്നെ അതുപോലെ മാർക്കറുമാണ് വാങ്ങിയെങ്കിൽ 75 + 25 100 എഴുതുക. പിന്നെ വേറെ ഏതൊക്കെ മെത്തേഡ് ചെയ്താ മാർക്കറും ബ്രൗൺ പേപ്പറും അല്ലേ. അപ്പോൾ 75 + 25 100 തന്നെ അല്ലേ. അനദർ വേ അതാണ് ഇവിടെ ഇതിൻ്റെ കേട്ടോ. ഇനി പെൻസിൽ കമ്പനിയാണ് കേട്ടോ അടുത്ത് പറയുന്നത്. പെൻസിൽ കമ്പനി. മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി. മിൻഹാൻ്റെ അച്ഛൻ എന്താണ് ഒരു പെൻസിൽ കമ്പനി ഉണ്ട്. 10 pencils are to be put in each packet. 10 പെൻസിലാണ് ഓരോ പാക്കറ്റിലും ഇടുന്നത്. ആൻഡ് 10 packets in each box. ഓരോ ബോക്സിലും 10 പാക്കറ്റും. അപ്പോൾ ഒരു പാക്കറ്റിൽ 10 പെൻസിൽ, ആകെ 10 പാക്കറ്റാണ് ഉള്ളത്. 10 പാക്കറ്റിൽ അല്ല, ഒരു ബോക്സിൽ 10 പാക്കറ്റാണുള്ളത്. ആ 10 പാക്കറ്റിലുള്ള ഒരു പാക്കറ്റിൽ 10 പെൻസിലുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്ര പെൻസിൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? 10 അല്ലേ. 10 പെൻസിലാണ് ഒരു പാക്കറ്റിൽ 10 പെൻസിലാണുള്ളത് അല്ലേ. പിന്നെയോ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ എത്ര പാക്കറ്റ് ഉണ്ട്? 10 അല്ലേ. 10 പാക്കറ്റ് അല്ല ഒരു ബോക്സിൽ, ഒരു പാക്കറ്റാണ് 10 ബോക്സിലുള്ളത് അല്ലേ. ഈ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്. ഈ ബോക്സിൽ എത്ര പാക്കറ്റ് ഉണ്ട്? 10 പാക്കറ്റ് അല്ലേ. ഒരു പാക്കറ്റിൽ 10 എണ്ണം ഉണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എത്ര എന്താണ് ഒരു പാക്കറ്റിൽ എത്ര പെൻസിൽ ഉണ്ടാവും? 100 അല്ലേ. 100 pencils ഉണ്ടാവും. ഓക്കെ. സീ ഹൗ ദ പെൻസിൽ ആർ ബോക്സ്ഡ്. റൈറ്റ് ദ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ടേബിൾ ബിലോ. എന്താണ് ഇവിടെ എത്ര ബോക്സ്, അതായത് എത്ര പെൻസിൽ ബോക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താക്കുക? പെൻസിൽ എംപ്റ്റി സെൽ ഓഫ് ദ ടേബിൾ ബിലോ ഇവിടെ ഉള്ളത് നമ്മൾ എന്താക്കുക? കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്കത്? അപ്പോൾ ഈ ബോക്സിൽ എത്ര ഉണ്ട്? ഇതിൽ ഒരു ബോക്സിൽ നമ്മൾ പറയാം എത്ര പെൻസിലുള്ളത്? ഒരു ബോക്സിൽ 10 പാക്കറ്റ് ഉണ്ട് അല്ലേ. 10 പാക്കറ്റിലും ഓരോ പെൻസിൽ ഓരോ പാക്കറ്റിൽ 10 പെൻസിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ 10 പാക്കറ്റിൽ എത്രയായി? 100 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം? 100 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 100 അല്ലേ. 100 എന്ന് എഴുതുക. ഇനി ഇവിടെ എത്ര ഇതാണ്? 1 2 അല്ലേ. അപ്പോൾ ഇവിടെ 100, ഇത് 200 അല്ലേ. അപ്പോൾ എന്താണ് 2 ബോക്സിലായിട്ട് 200 പെൻസിലുള്ളത്. ഓക്കെ. ഇനി ഇതിലോ 1 2 3 4 5 അല്ലേ. 5 അല്ലേ. അപ്പോൾ 500 അല്ലേ. 500 100 എന്താ 500 എന്ന് പറയുമ്പോൾ 500 അല്ലേ. 5 100 എന്ന് പറയുമ്പോൾ 500 അല്ലേ. ഇനി അടുത്ത് നോക്കൂ. ഇനി ഇത് എത്രയാണ്? എത്ര ബോക്സ് ഉണ്ട്? 1 2 3 4 അല്ലേ. അപ്പോൾ ഓരോ ഇതിലും 100 പെൻസിൽ ഉണ്ട് അല്ലേ. അപ്പോൾ 400 ഉണ്ട് അതിൽ മൊത്തം അല്ലേ. 100 200 300 400 അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക? നമുക്ക് എഴുതുക 400 എന്ന് എഴുതുക കേട്ടോ. ഇവിടെ എത്രയാണ്? 400 എന്ന് എഴുതുക. എത്ര ബോക്സ് ഉണ്ടോ ആ ഓരോ ബോക്സിലും 100 വെച്ചാണുള്ളത് കേട്ടോ. ദെൻ ഇവിടെ എത്ര ബോക്സ് ഉണ്ട്? 100. ഇതിലൊക്കെ ഓരോ പെൻസിൽ എത്ര ഉണ്ട്? ഇവിടെ 100 പെൻസിൽ അല്ലേ. ഇവിടെ 200 പെൻസിൽ, 300 പെൻസിൽ, 400 പെൻസിൽ, 500 പെൻസിൽ, 600 പെൻസിൽസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കുക? 600 എന്ന് എഴുതുക. ഓക്കെ. ദെൻ ഇവിടെയോ എത്ര പെൻസിൽസ് ഉണ്ട്? 100 200 300 അല്ലേ. 300 അല്ലേ. ഓരോന്നിനും നമ്മൾ 100 വെച്ചിട്ടാണ് കൂട്ടുന്നത്. ഓരോന്നിനും 100 പെൻസിൽ ഉണ്ട്, അതുകൊണ്ടാണ് 100 വെച്ച് കൂട്ടുന്നത് കേട്ടോ. ദെൻ ഇവിടെയോ 100 200 300 400 500 600 700 800 അല്ലേ. ഇവിടെ 800 ആണ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ 800 എന്ന് എഴുതുക. ഇനി ഇവിടെയോ 100 200 300 400 500 600 700 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കുക? 700 എന്ന് എഴുതുക. ഓക്കെ. ദെൻ ഇതിലോ 100 200 300 400 500 600 700 800 900 അല്ലേ. 900 ആണോ നോക്കൂ. 100 1 2 3 4 5 6 7 8 9 അല്ലേ. അപ്പോൾ 900 അല്ലേ. ഇവിടെ 900 അല്ലേ. 900 പെൻസിലാണ് ഈ ഇതിലുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പെൻസിൽസ് വുഡ് ബി ദർ ഇൻ 10 ബോക്സസ്. 10 ബോക്സിൽ എത്ര പെൻസിൽ ഉണ്ടാവുമ്പോൾ 10 അല്ലേ. 10 ആണ് വരിക അല്ലേ. 10 എന്ന് പറഞ്ഞാൽ എന്താ വായിക്കുക നമ്മൾ? 10 എന്ന് പറയുമ്പോൾ 1000 എന്ന് വായിക്കും കേട്ടോ. 10 എന്ന് പറയുമ്പോൾ 900 എന്ന് പറയുമ്പോൾ എന്താ 900. 700 എന്ന് പറയുമ്പോൾ 7 ഇട്ടിട്ട് 2 0. 800 എന്ന് പറയുമ്പോൾ 8 ഇട്ടിട്ട് 2 0 അല്ലേ. അപ്പോൾ 10 ബോക്സ് ആണെങ്കിൽ 10 100 അല്ലേ. 10 ഇട്ടിട്ട് 2 0. അപ്പോൾ ഇതിനെ വായിക്കുന്നത് 1 ഇട്ടിട്ട് 3 0 എഴുതിയാൽ 1000 എന്ന് വായിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇവിടെ നോക്ക് മേന്മ സ്റ്റോർ കേട്ടോ. മേന്മ സ്റ്റോർ വാണ്ട്സ് 1000 പെൻസിൽ. മേന്മ സ്റ്റോറിന് എന്താണ് 1000 പെൻസിൽ വേണം അല്ലേ. മിൻഹ ആൻഡ് ഹെർ ഫാദർ പാക്ക്ഡ് 2 ബാഗ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ബോക്സസ് ഇൻ ഈച്ച്.
അപ്പോൾ മിൻഹാൻ്റെ അച്ഛൻ എന്താ പെൻസിൽ കമ്പനിയാണല്ലോ. അപ്പോൾ മേന്മ സ്റ്റോറിലേക്ക് 1000 പെൻസിൽ ആവശ്യം ഉണ്ടായപ്പോൾ എന്താക്കി മിൻഹി അവളുടെ അച്ഛനും കൂടി 2 ബാഗിലാക്കി. സെയിം നമ്പർ ഓഫ് ബോക്സസ് ആണ് അതിൽ വെച്ചിരിക്കുന്നത്. ഹൗ മെനി പെൻസിൽസ് വർ ദർ ഇൻ ഈച്ച് ബാഗ്. അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിൽ എത്ര പെൻസിൽ ഉണ്ട്, 2 ബാഗ് സെയിം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1000ൻ്റെ എന്താണ് പകുതി എത്രയാണ്? 2ന് സെയിം അല്ല നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം? 500 അല്ലേ. അപ്പോൾ 500 ആണ് 1000ൻ്റെ പകുതി കേട്ടോ. അപ്പോൾ 500. പിന്നെ ഇവിടെ എന്താണ് 500 അല്ലേ. ഇപ്പോൾ 2 ബോക്സിലും ഓരോന്നിലും എത്രയാണ്? ഓരോ ബോക്സിലും എത്രയാണ്? 500 അല്ലേ. 500 അല്ലേ. സോ ഹെവി ഹിയർ ലെറ്റ് മീ ഷിഫ്റ്റ് സം ഓഫ് ദ ബോക്സസ് ടു ദിസ്. അപ്പോൾ എന്താണ് അച്ഛൻ ഭയങ്കര വെയിറ്റാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നമുക്ക് എന്താക്കുക, നമ്മളെ ബോക്സിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് മാറ്റിയാൽ വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഹൗ മെനി നോക്കൂ, ഹൗ മെനി അല്ലേ. ഇവിടെ